വലിയ ഒരു കടലിൽ തിരമാലകൾ ഉണ്ടാകുന്നത് പോലെ മനുഷ്യ മനസ്സിൽ വികാര വിചാരങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വികാര വിചാരങ്ങളുടെ ഗുണനിലവാരം അനുസരിച്ച് ജീവിതത്തിൻ്റെ ഗുണനിലവാരം മാറിമറിയുന്നു. എങ്ങനെ സങ്കല്പങ്ങളിൽ മാറ്റം കൊണ്ടുവരാം, എങ്ങനെ പുതിയ മനോഭാവങ്ങൾ ഉണ്ടാക്കാം? ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടത് ശാന്തിയും സുഖവും സമാധാനവുമാണ്. അത് സൃഷ്ടിക്കാനുള്ള ഒരു ജീവിത രീതി എന്താണ്? വരൂ, നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ അന്വേഷണ യാത്രയിൽ പങ്കാളികളാകാം. അതിനായി നമ്മോടൊപ്പം വളരെ ആഴമേറിയ ആത്മീയ അനുഭവങ്ങൾ നേടിയ ശ്രേഷ്ഠമായൊരു വ്യക്തിത്വം നമ്മോട് കൂടെയുണ്ട്. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ തൻ്റെ ജീവിതം സമർപ്പിച്ച് ലോകം മുഴുവൻ ഈ ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും ഗുണഫലങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന രാജയോഗി ബ്രഹ്മകുമാർ സുരേന്ദ്രൻ ഭായിജി, ഈ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ജീവിതത്തെ എങ്ങനെ നമുക്ക് നമ്മുടെ കൈകളിലേക്ക് കൊണ്ടുവരാം, ജീവിതത്തിൻ്റെ നിയന്ത്രണം എങ്ങനെ ഏറ്റെടുക്കാം. ഇത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ജീവിതം എൻ്റെ കൈകളിൽ ഞാൻ ഏറ്റെടുക്കുക എന്നുള്ളത് കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? കാരണം പല ജീവിത രീതികളിലൂടെയാണ് വ്യക്തികൾ കടന്നു വരുന്നത്. നല്ല അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകാം, വളരെ മോശമായ തിക്താനുഭവങ്ങൾ ഉണ്ടാകാം. ഞാൻ മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, ധാരാളം എൻ്റെ കൂടെയുള്ള മറ്റു വ്യക്തികൾ, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ സാമ്പത്തികമായ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഉയർച്ചയോ അല്ലെങ്കിൽ താഴ്ചയോ, ധാരാളം കാര്യങ്ങൾ, ധാരാളം ഫാക്ടേഴ്സ് ലൈഫിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നിലനിൽക്കെ തന്നെ എനിക്ക് എങ്ങനെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പറ്റും? നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ പ്രശ്നം ആരാണ് എൻ്റെ ജീവിതത്തിൽ എന്നുള്ളതാണ് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. നമ്മളങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം ഓരോ ചുവട് വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ എന്നെ ശ്രദ്ധിക്കാറില്ല. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഇത് പറയണോ വേണ്ടേ എന്നുള്ളതിനെപ്പറ്റി ശ്രദ്ധിക്കാറില്ല. പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ സാധാരണ ചിന്തിക്കാറുള്ളത് പറയരുതായിരുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത്. നമ്മളെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷേ സാധാരണയായിട്ട് നമ്മൾ അങ്ങനെയല്ല പൊതുവെ എല്ലാവരും കരുതാറുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഇന്നയാളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആ ആൾ ഇവിടെ നിന്നൊന്ന് മാറിക്കിട്ടിയാൽ എൻ്റെ ജീവിതം നന്നായേനെ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നൊന്ന് മാറിക്കിട്ടിയാൽ ചിലപ്പോൾ എൻ്റെ ജീവിതം മെച്ചപ്പെട്ടേനെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ചിന്ത. അപ്പോൾ പലപ്പോഴും അത് ചിലപ്പോൾ സംഭവിക്കാറുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? ഉദാഹരണത്തിന് ഒരു 5 പേര് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ്. മിഡിൽ ലെവലിലുള്ള ആൾക്കാരാണ് എന്ന് വെച്ചോളണം. അവർ 5 പേരെയും കൂടെ ഒരു ദിവസം അവിടുത്തെ മാനേജിങ് ഡയറക്ടറെ വിളിച്ചിട്ട് അവരോട് പറയാണ്, നിങ്ങളുടെ പെർഫോമൻസ് വളരെ മോശമാണ്, നിങ്ങളെ ഇവിടെ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ ബ്ലാസ്റ്റ് ചെയ്യുകയാണ്, അവരെ കുറ്റപ്പെടുത്തുകയാണ്. അതിനുശേഷം അവർ 5 പേരും കൂടെ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ നിന്ന് വെളിയിലിറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് 3 പേര് എന്ത് ചെയ്ത്, ഇദ്ദേഹത്തിന് കാലത്ത് എന്തൊരു കുഴപ്പമാണ്, അത് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ എടുത്തപ്പോഴത്തേക്ക് അവർക്ക് 3 പേർക്ക് അതൊരു പ്രശ്നമായില്ല. മറ്റ് 2 പേരെന്താണ്, എങ്കിലും ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ നല്ല ജോലിക്കാരനാണ്, എൻ്റെ പെർഫോമൻസ് നല്ലതാണ്, എന്നെ കുറ്റപ്പെടുത്തിയല്ലോ എന്നുള്ള രീതിയിൽ അവർ വിഷമിപ്പിക്കാൻ തുടങ്ങി. 3 പേര് അവരവിടെ വച്ച് ചേംബറിൻ്റെ വെളിയിൽ തന്നെ അതിനെ അങ്ങ് കളഞ്ഞിട്ട് പോയി. 2 പേര് അതിനെ എടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് പോയി. 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും അതേ വ്യക്തി മാനേജിങ് ഡയറക്ടർ ഇവർ 5 പേരെയും കൂടെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയാണ്, നിങ്ങളുടെ പെർഫോമൻസ് വളരെ നല്ലതാണ്, നിങ്ങളെല്ലാം ഈ സ്ഥാപനത്തിന് ഒരു സമ്പത്താണ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? എന്താണ് സംഭവിക്കുന്നത്?
വീണ്ടും മനോഭാവത്തിൽ മാറ്റം വരും ഇല്ലേ? അപ്പോൾ 3 പേര് ഒരു പ്രശ്നവും ഉണ്ടായില്ല പറഞ്ഞെന്ന് വിചാരിച്ച്, മറ്റ് 2 പേർക്ക് എന്തുവാണ് വലിയ വിഷമതയുണ്ടായി. അപ്പോൾ പരിസ്ഥിതിയല്ല വിഷമകരമായിട്ടുള്ളത്, നമ്മൾ അതിനെ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ് വിഷമകരമായിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ പരിസ്ഥിതികൾ എങ്ങനെ ഇരുന്നാലും എനിക്ക് എന്നെ തന്നെ സംരക്ഷിക്കാൻ സാധിക്കും. പല ആൾട്ടർനേറ്റീവ് ഉണ്ടെന്നേ ജീവിതത്തിലെ, ചോയ്സ് ഒരുപാടാണ്. നമുക്ക് ദൈവം ഒരുപാട് അവസരങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ അവസരങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് വാതിലുകളാണ്. നമ്മൾ അടച്ചിരിക്കുന്ന വാതിലിൻ്റെ മുമ്പേ ആയിരിക്കും നിന്നുകൊണ്ട് ആ വാതിൽ തുറക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒരുപാട് 99 വാതിൽ തുറന്ന് കിടക്കുകയാണ്, നമ്മൾ അങ്ങോട്ട് നോക്കാറില്ല വാസ്തവത്തിൽ. ഇതാണ് കുഴപ്പം. അപ്പോൾ ഈ അവസരങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ പലരും പറയാറുണ്ട്, ഇപ്പം എൻ്റെ ജീവിതത്തിൽ എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ എനിക്ക് ആരുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസരം വരുമ്പോൾ എങ്ങനെ ഒരു വ്യക്തി മുന്നോട്ട് പോകും? കാരണം ഇന്ന് ലോകത്തിൽ നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് ആൾക്കാർ പല രീതികൾ ഉപയോഗിച്ച് മുന്നോട്ട് വരാറുണ്ട്. ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ എനിക്ക് എന്നെ സഹായിക്കാൻ ആളില്ല, അല്ലെങ്കിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആളില്ല, അല്ലെങ്കിൽ എനിക്ക് ബന്ധുഫലമില്ല, ഇന്ന രീതിയിലുള്ള സഹായമില്ല. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ ജീവിത വിജയം നേടും? നമ്മളങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ മറ്റുള്ളവരിൽ ആധാരമാക്കി ജീവിക്കുന്നവരാണ്, മറ്റുള്ളവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നവരാണ്. നമ്മൾ നമ്മളെ ആധാരമാക്കി ജീവിക്കാറില്ല. സ്വയം പരിശ്രമിക്കാൻ താല്പര്യമുള്ളവർക്ക് വഴി തുറന്നു കിടക്കുകയാണ്. നമ്മുടെ പരിശ്രമം ഒരിക്കലും വ്യർത്ഥമാകുകയില്ല എന്നുള്ള ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കണം. നമ്മൾ സന്മനസ്സോടുകൂടി, സ്നേഹത്തോടുകൂടി, ആസക്തിയോടുകൂടി നമ്മൾ പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും. ഈ വലിയവരായിരിക്കുന്ന ഈ ആളുകൾ, നമ്മൾ ക്രോർപതീസ് ഉണ്ട് ഇവിടെ, അല്ലെങ്കിൽ റിച്ചസ്റ്റ് പീപ്പിൾ ഉണ്ട്, അവരോട് ചോദിക്കണം അവരെങ്ങനെയാണ് ഈ നിലയിലെത്തിയെന്ന് ചോദിച്ചിരുന്നാൽ, പലതരത്തിലുള്ള പരിശ്രമങ്ങൾ ചെയ്ത് നിരന്തരമായിട്ട് ചെയ്ത് വളരെ താഴ്ന്ന നിലയിൽ നിന്ന് അവർ ഈ നിലയിലെത്തിയിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇപ്പോഴും നോക്കുമ്പോഴെന്തുവാണ്, അവർ എയ്റോപ്ലെയിനിൽ പോകുന്നു, AC കാറിൽ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പരിശ്രമശീലികളായിരിക്കണം. ഷോർട്ട് കട്ട് മെത്തേഡിലാണ് നമ്മൾ കൂടുതലും നമ്മൾ പ്രാപ്തികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. അത് വിട്ടിട്ട് നമ്മൾ പരിശ്രമിക്കാൻ തുടങ്ങണം. ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആരും മരിച്ചിട്ടില്ല ഇന്നത്തെ ലോകത്ത്. ജോലി ചെയ്യാത്തവരാണ് ഇന്നത്തെ ലോകത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാണെങ്കിൽ ആൾക്കാർക്ക് ആ ഒരു ക്ഷമതയില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും. ഈ ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ അങ്ങ് നിർത്തണം. ഒരാൾ കൈക്കൂലി വാങ്ങിക്കുകയാണ്, പറയുകയാണ് കൈക്കൂലി വാങ്ങിക്കാതെ എനിക്ക് ജീവിക്കാൻ ഒക്കില്ല. എന്തെന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു കുടുംബമുണ്ട്, ആവശ്യങ്ങൾ കൂടുതലാണ്. നമ്മൾ ആവശ്യങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയില്ല. നമ്മളെ വയറെത്രയാണ് ആഹാരം കഴിക്കുന്നത്? ഒരാൾ വലിയ ധനികനാണ് എന്ന് വിചാരിച്ച് ഒരുപാട് ആഹാരം കഴിക്കാൻ ഒക്കുമോ? ഇതിനെത്ര വേണം അത്രയേ കഴിക്കാൻ ഒക്കുള്ളൂ. നമുക്കെത്രയാണ് വേണ്ടത് ജീവിക്കാനായിട്ട്? നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് കണ്ടീഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. ആവശ്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. അനാവശ്യങ്ങളിൽ ഇപ്പോൾ കൂടുതൽ അനാവശ്യങ്ങളാണ് ജീവിതത്തിൽ പലപ്പോഴും. അതാണ് അവരെ വീട്ടിൽ ഇതുണ്ട്, അതുകൊണ്ട് നമ്മളെ വീട്ടിലും അതുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് പോക്കുന്നത്. നമ്മുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ നോക്കില്ല. അപ്പോൾ സ്റ്റാറ്റസ് സിംബിളിലേക്ക് നമ്മൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്, സമാധാനം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റാറ്റസ് ഇപ്പോൾ സമൂഹത്തിൽ വലിയ, പക്ഷേ സമൂഹത്തിൽ എനിക്ക് നല്ലൊരു പദവി ഉണ്ടാവുക എന്നുള്ള തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയല്ല. നല്ലൊരു കാര്യം തന്നെ, അതിൽ യാതൊരു സംശയമില്ല. നല്ല പദവി ഉണ്ടാക്കണം, അത് പരിശ്രമിച്ച് വേണം ഉണ്ടാക്കാനായിട്ട് എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയല്ല ഞാൻ ഈ പദവിയിൽ വന്നിരിക്കുന്നത്. അതുകൂടെ ഓർമ്മിപ്പിക്കണം, മനസ്സിലായില്ലേ? അതാണ് ഇന്നത്തെ സമൂഹത്തിൽ അതൊരു കുഴപ്പം സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്തും ചെയ്യാം എന്നുള്ളത്. പക്ഷേ എനിക്കെന്തും ചെയ്യാം, ശരിയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ട് ചെയ്യണമെങ്കിലേ നാളെ എനിക്ക് സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ ഒക്കില്ല. എൻ്റെ സമാധാനം നശിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളവരുടെ സമാധാനത്തെ ഞാൻ നശിപ്പിക്കുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഓരോ കർമ്മത്തിലും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ
ഭാവി രൂപപ്പെടുത്താൻ സാധിക്കും. പക്ഷേ അതിൽ മറ്റ് ഫാക്ടേഴ്സ് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പുറത്ത് നിന്നുള്ള പല 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 എതിർപ്പുകൾ, അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ, എന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവർ, ഇങ്ങനെ ധാരാളം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രഭാവം ഉണ്ടാക്കില്ലേ? അപ്പോൾ ഇത് മറികടന്നുകൊണ്ട് എനിക്ക് എത്രത്തോളം എനിക്ക് മുന്നേറാൻ സാധിക്കും? ഒരു ഭാഗത്ത് നമ്മൾ മുന്നേറുമ്പോഴാണ് നമുക്ക് തടസ്സം ഉണ്ടാകുന്നത്. നമ്മളൊരു പക്ഷേ ഒരു സ്ഥലത്ത് കുത്തിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തടസ്സം ഉണ്ടായിരിക്കില്ല. അപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള മനസ്സിലായില്ലേ ഒരു കാര്യം തന്നെയാണ്. മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്നവർക്ക് തടസ്സങ്ങളില്ല. അപ്പോൾ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ മുന്നോട്ട് പോവുകയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ മുമ്പിൽ എന്തുവാണ്? ചലഞ്ചസ് ആണ്, വെല്ലുവിളികളാണ്. യെസ്, ഒരു ഹിന്ദുജാസ് എന്നുള്ള ഒരാൾ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിൻ്റെ ടൈറ്റിലാണ് സക്സസ് സ്റ്റോറി എന്നാണ് എൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഒരു മുഖവര എഴുതിയിട്ടുണ്ട്, ബുക്കിൻ്റെ പ്രിഫേസ്. അദ്ദേഹം പറയാണ്, ഞാൻ ഈ ബുക്കിനെ അങ്ങനെയുള്ള ആളുകൾക്ക് സമർപ്പിക്കുകയാണ്. ആരാണ് എന്നെ കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ളത്, ആരാണ് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ വിഘ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, എൻ്റെ കാല് വാരാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ നിലയിൽ എത്തിയത്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഈ നെഗറ്റിവിറ്റി ഇതെല്ലാം എന്നെ സഹായിക്കുകയാണ് ഒരർത്ഥത്തിൽ. ആ രീതിയിൽ എനിക്ക് വേണമെങ്കിൽ കാണാം. പക്ഷേ ആ ഒരു മനോഭാവം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും അതല്ലേ നമ്മളെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളെ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ അതാണ് ഇമ്പോർട്ടൻ്റ് എഡ്യൂക്കേഷൻ. എനിക്ക് വെർണാക്കുലർ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട്, മെഡിക്കൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനെ സതുപയോഗപ്പെടുത്തുക, മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരെ വെൽബീയിങ്ങിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരാൻ തുടങ്ങും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കച്ചവടം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുവാണ്? പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിരിക്കും. അപ്പോൾ ജീവിതം യഥാർത്ഥത്തിൽ ഈ സാഹചര്യങ്ങളെ ശരിയായ രീതിയിൽ നോക്കിക്കാണുക. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അതിൻ്റെ ആ നിഷേധാത്മകമായ വശത്തെ എടുക്കാതെ അതിലുള്ള നന്മ, എന്നെ ഒരാൾ താഴ്ത്തുന്ന സമയത്ത് ഇതെന്നെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്, ഇതിലൂടെ എനിക്ക് നേട്ടമുണ്ടാവും, ഈ ഫ്രിക്ഷൻ എനിക്ക് ഭാവിയിൽ വളർച്ച ഉണ്ടാക്കും, ഈ ഒരു മനോഭാവത്തോടു കൂടി നാം അതിനെ നോക്കിക്കാണുക എന്നുള്ളതാണ്. അതിൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണഗതിയിൽ നമ്മളെ താഴ്ത്താൻ ശ്രമിക്കുന്നവരെ നമ്മൾ വെറുക്കാൻ തുടങ്ങും. നമ്മൾ വെറുക്കരുത്. പക്ഷെ അത് വളരെ നാച്ചുറൽ അല്ലേ? അതാണ് നമ്മളത് നാച്ചുറലാക്കി വെച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ അത് നാച്ചുറൽ അല്ല. നാച്ചുറൽ എന്ന് വെച്ചാൽ അവിടെ വളർച്ച ഉണ്ടാകുന്നതാണ് നാച്ചുറൽ. നമ്മൾ ആ ആളിനോട് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഇതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്കെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ എപ്പോഴും ലാഭവും നഷ്ടവും നോക്കുന്നവരാണ് ജീവിതത്തിൽ. ഇതിലെന്താണ് ലാഭം, അതിലെന്താണ് ലാഭം. ഒരുപക്ഷെ ഞാൻ ആ വ്യക്തിയെ വെറുക്കുകയാണെങ്കിൽ എനിക്ക് എന്താണ് ലാഭം കിട്ടുന്നത്? എൻ്റെ മനസ്സമാനം കുറയും ഇല്ലേ? ഒരുപക്ഷെ ആ ആളിനെ ഞാൻ വെറുക്കുന്നില്ല. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ചിലർ വെറുക്കും, ചിലർ സഹായിക്കും എന്നുള്ളതാണ്. എന്ന് വിചാരിച്ച് ആ വ്യക്തിയെ എനിക്ക് വെറുക്കണമെന്നൊന്നുമില്ല. ആ വ്യക്തിയെ ഞാൻ ഇന്നലെ കണ്ടതുപോലെ തന്നെ ഇന്നും കാണും. ഒരാൾ എന്നെ താഴ്ത്തിയെന്ന് വിചാരിച്ച് ഞാൻ താഴാൻ പോകുന്നില്ല. എന്നെ താഴ്ത്തണോ എന്നെ ഉയർത്തണോ എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ പരിശ്രമം കൊണ്ടാണ് ഞാൻ പൊങ്ങുന്നതും ഞാൻ താഴുന്നതും, അല്ലേ? അങ്ങനെയല്ലേ ജീവിതത്തിൽ? അപ്പോൾ ഈ ഒരു എന്നെ ഒരാൾ മനഃപൂർവ്വം താഴ്ത്താൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും എനിക്ക് എന്നെക്കുറിച്ച് മതിപ്പുണ്ടെങ്കിൽ ഞാൻ താഴേണ്ട ആവശ്യമില്ല. ആ ആളിനെ പറ്റി എനിക്ക് ആളിനെ വെറുക്കേണ്ട കാര്യമില്ല. ആളിനെ സ്നേഹിക്കാം. കാരണം ആ ആളങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തരികയാണ്. മനസ്സിലായില്ലേ? എന്നിൽ ആ ആസക്തി വർദ്ധിക്കാൻ പോവുകയാണ്. ഒരാൾ താഴ്ത്തിയാൽ ഞാൻ താഴാത്തവനാണ്, ഞാൻ മുന്നേറുന്നവനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കും. അവസാനം ആ ആൾ നമ്മളെ സഹായിക്കാനും തുടങ്ങും. അതാണ് കാലക്രമേണ ഞാൻ തെറ്റ് ചെയ്ത് കേട്ടോ, ആളിന് റിയലൈസേഷൻ ഉണ്ടാകുകയാണ്. പക്ഷേ എനിക്ക് വെറുപ്പ് വരികയാണെങ്കിൽ ഇതുണ്ടാവുന്നില്ല. ഒന്ന് എന്നെ തടസ്സപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ നെഗറ്റീവ് തോട്ട്സും നമ്മുടെ ജീവിതത്തിൻ്റെ എനർജിയെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സങ്കല്പങ്ങളെന്ന് വെച്ചാൽ എനർജി യൂണിറ്റ്സാണ്. നമ്മളെ മനസ്സിൽ സങ്കല്പം ഉണ്ടായാലുടൻ അത് ട്രാവൽ ചെയ്യാൻ തുടങ്ങും, സഞ്ചരിക്കാൻ തുടങ്ങും.
ആരെ പറ്റിയാണ് സങ്കല്പം ഉണ്ടായി ആ ആളിൻ്റെ മനസ്സിലേക്ക് അത് സഞ്ചരിക്കാൻ തുടങ്ങും. എൻ്റെ മനസ്സിൽ വെറുപ്പുണ്ടായി, എൻ്റെ ജീവിതം ബ്ലോക്കായി, അതങ്ങോട്ട് ട്രാൻസ്ഫറായി, തോട്ട്സ് അവർ പോയി മുട്ടി, ആ ആളിൽ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവും. നമ്മുടെ വെറുപ്പ് വർദ്ധിക്കാൻ തുടങ്ങും. വെറുത്ത് പിന്നെ നമ്മൾ വിരോധികളാകാൻ തുടങ്ങും. മനസ്സിലായില്ലേ? വിരോധികളാകുമ്പോഴത്തേക്ക് നമ്മൾ രണ്ട് കൂട്ടരും ആ വെറുപ്പിൽ കുടുങ്ങും. കാലക്രമേണ നമ്മുടെ എനർജി ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മുടെ ആ ഒരു ആസക്തി ഉണ്ടായിരുന്നല്ലോ, ആ ആസക്തിയിൽ സ്പീഡ് കുറയും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ പുരോഗതി നശിക്കാൻ തുടങ്ങും. ഇതാണ് സംഭവിക്കുന്നത് ലോകത്ത് നിന്ന്. അപ്പോൾ ഈ ചിന്തകൾ നമ്മൾ ഓരോ വ്യക്തിയെ കാണാതെ തന്നെ അല്ലെങ്കിൽ അവരോട് നേരിട്ട് ഇടപഴകാതെ തന്നെ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും അവരുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകും. കാരണം നമ്മുടെ എനർജി പാസ്സാവുകയാണ്. നമ്മൾ ചിന്തിച്ചാൽ ഉടൻ ഒന്ന് നമ്മുടെ മനസ്സിൽ അതൊരു റെക്കോർഡിങ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത് ആ എനർജി ആളിലേക്ക് ട്രാൻസ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഗുപ്തമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഈ ടെക്നോളജിയുടെ ആധാരത്തിലാണ് ഈ ലോകത്ത് ഈ വെളിയിൽ കാണുന്ന ഈ എല്ലാ തരത്തിലുള്ള പ്രവൃത്തികളും വെളിയിലുള്ള അതിൻ്റെ പ്രത്യക്ഷതയാണ്. മനുഷ്യ മനസ്സിൻ്റെ റിഫ്ലക്ഷൻസാണ് നമ്മൾ കാണുന്ന ഈ കോലാഹലങ്ങൾ മുഴുവൻ. ഈ കോലാഹലങ്ങൾ ആദ്യം ഉണ്ടാകുന്നത് മനുഷ്യ മനസ്സിലാണ്. ആൾ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് ആർ ക്രിയേറ്റഡ് ഇൻ ദ മൈൻഡ്സ് ഓഫ് മെൻ. ആളുകളുടെ മനസ്സിലാണ് ക്രമസമാധാനം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രഭാവം വെളിയിൽ വീഴുമ്പോഴത്തേക്ക് പോലീസുകാർ വരും, പിന്നെ SP വരും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും ലോകത്ത്. അപ്പോൾ ഞാൻ ലോകത്തിൻ്റെ ക്രമസമാധാനത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ക്രമസമാധാനം ഞാൻ പാലിച്ചാൽ മതിയാകും. മനസ്സിന് ക്രമസമാധാനമുണ്ട്, വെളിയിലും ക്രമസമാധാനം ഉണ്ടായിരിക്കും. ആദ്യം നമുക്കറിയാവുന്ന നമ്മളെ വീട്ടിൽ നമ്മൾ എപ്പോഴും അടുക്കും ചിട്ടയും സമാധാനത്തോടും ശാന്തിയോടും കൂടി ജീവിക്കുന്നവരാണ്. പരസ്പരം സൗമ്യമായിട്ടും സ്നേഹമായിട്ടും പെരുമാറുന്നവരാണ്. ആ വീട്ടിൽ എങ്ങനെയുള്ള അന്തരീക്ഷമായിരിക്കും? തീർച്ചയായിട്ടും ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം, നല്ല അന്തരീക്ഷമായിരിക്കും. അതും പക്ഷേ ഇന്നത് വളരെ റെയറായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ പഠിത്തത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. നമുക്ക് ഈ പഠിത്തത്തിൻ്റെ ആവശ്യം എന്തുകൊണ്ടാണ്? ഇതാണ്, നമ്മൾ എത്രത്തോളം വെളിയിൽ വളർന്നു കഴിഞ്ഞ് അത്രത്തോളം നമ്മൾ ഉള്ളിൽ വളർന്നു കഴിഞ്ഞിട്ടില്ല. ടെക്നോളജിയൊക്കെ ഭയങ്കര ലെവലിലാണ്. എഫിഷ്യൻസി ആൻഡ് എക്സലൻസ് അത് നമ്മുടെ ഉള്ളിൽ വരേണ്ടതുണ്ട്. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചിരുന്നാൽ നല്ല ആളുകളുടെ അഭാവമാണ്. നന്മ നിറഞ്ഞിട്ടുള്ള ആളുകളെ നമ്മൾ തയ്യാർ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ സാധാരണ ആഹാരം, വസ്ത്രം, പാർപ്പിടം, അത് കഴിഞ്ഞ് പിന്നീടാണ് മറ്റുള്ള ആവശ്യങ്ങൾ വരുന്നത്. എനിക്ക് നല്ല ജോലി, എൻ്റെ ജീവിതം ഭദ്രമാക്കുക. പക്ഷേ എന്നിട്ടും അവിടെയും അത് അവസാനിക്കുന്നില്ല എന്നതാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മളിവിടെ സ്ഥിരമായിട്ട് ജീവിക്കാൻ പോകണമെന്നുള്ളതാണ്. നമ്മൾ ജീവിതത്തിൻ്റെ ആ പൊരുൾ, അതിൻ്റെ ആ എസൻസിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മളാരും ഇവിടുത്തെ ഓണറൊന്നുമല്ല, നമ്മൾ ഇവിടുത്തെ ഉടമസ്ഥരാകാൻ പോവുകയാണ്. ഈ ലോകം ത്തിൻ്റെ ഉടമസ്ഥൻ എന്നുള്ള ഒരു പോക്കാണ്. നമുക്ക് അറിയാമോ നമ്മൾ എത്ര നാൾ ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത്? നമുക്കറിയാം എത്രയോ യുവാക്കന്മാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിച്ചു വീഴുകയാണ്. ചിലർ നടന്നു കൊണ്ടുപോകുമ്പോൾ മരിച്ചു വീഴുകയാണ്. അങ്ങനെയുള്ള പരിസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഹൈ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസും മെഡിസിൻസും അതും ഇതും എല്ലാം ഉണ്ട്. പക്ഷേ ഇതിന് എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മളെ കൊണ്ട് എന്തെങ്കിലും കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ എന്തായിരുന്നാലും ദൈവം നിറവേറ്റി തരുന്നുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ഒന്ന് മോഡിഫൈ ചെയ്യുമ്പോഴത്തേക്ക് സന്തോഷിച്ച സമയത്ത് ജീവിക്കാൻ സാധിക്കും. എനിക്ക് സാധിക്കുന്നത് ഞാൻ ചെയ്ത് മുന്നോട്ട് പോകും. സാധിക്കുന്ന കൂടുതൽ എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എത്ര പൈസ വേണമെങ്കിലും നിങ്ങൾക്ക് സമ്പാദിക്കാം. എന്ന് വെച്ചാൽ എൻ്റെ ലിമിറ്റിനകത്ത് നിന്നുകൊണ്ടായിരിക്കും. അതെ, പക്ഷേ എല്ലാം എൻ്റെ ലിമിറ്റിനകത്ത് നിന്നുകൊണ്ട് സന്തുഷ്ടതയോടുകൂടി ജീവിക്കണം. ഇങ്ങനെയല്ല എനിക്ക് ഇപ്പം ഞാൻ 10 കോടി കൊണ്ട് എനിക്ക് 20 കോടി കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ സന്തോഷിക്കുകയുള്ളൂ എന്നുള്ള ഒരു ഡിമാൻഡ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിച്ച് ജീവിക്കാൻ ഒക്കില്ല. പക്ഷേ സാധാരണ നമ്മൾ പറയുന്നത് അങ്ങനെയല്ലേ? അതായത് ലോകത്തിലെല്ലാവരും പലതരം നേട്ടങ്ങളുടെ പിന്നാലെയാണ്.
അപ്പോൾ നേട്ടങ്ങൾ എന്തുകൊണ്ടാണ് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്? നേട്ടങ്ങൾ ഉണ്ടായാൽ എനിക്ക് സന്തോഷം ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരിടത്തിൽ ശരിയാണല്ലോ. അപ്പോൾ നേട്ടങ്ങൾ ഉണ്ടായതിന് ശേഷം സന്തോഷിക്കുമ്പോഴത്തേക്ക് പിന്നെ അപ്പോഴവിടെ ജീവിതം അവശേഷിക്കുന്നില്ലല്ലോ. ചിലപ്പോൾ നിങ്ങളുടെ നേട്ടം, നിങ്ങളൊരു റിസർച്ച് ചെയ്യുന്ന ആളാണ്, നിങ്ങൾ അവസാനം പോയി 70 വയസ്സിലായിരിക്കും നിങ്ങളെ ആ റിസർച്ചിൻ്റെ റിസൾട്ട് വരുന്നത്. അതിനുശേഷം നിങ്ങൾ സന്തോഷിക്കാൻ തുടങ്ങി, നിങ്ങൾക്ക് അവിടെ ജീവിതമേ അവശേഷിച്ചിട്ടില്ല. നമ്മൾ എന്തെല്ലാം ചെയ്തിരുന്നാലും ചെയ്യുന്നതിനോടൊപ്പം ജീവിതത്തെ ആസ്വദിച്ച് ജീവിക്കാൻ ഉള്ള കഴിവ് നമുക്കുണ്ടാകണം. അപ്പോൾ യഥാർത്ഥത്തിൽ സന്തോഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, സന്തോഷം എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണെന്നേ. അതില്ലാത്ത ജീവിതമില്ലല്ലോ. അപ്പോൾ അപ്പോൾ ഞാൻ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ജോലി, മെയിൻ. കാരണം ജീവിതത്തിൽ നമുക്ക് എസൻസ് എന്തോ ആണ്, നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് എന്തോ ആണ്. ദൈവമേ എനിക്ക് ശാന്തി തരണേ, ദൈവമേ എനിക്ക് സമാധാനം തരണേ, ദൈവമേ എന്നെ കാത്തുരക്ഷിക്കണേ, ദൈവമേ എനിക്ക് മനസ്സുഖം തരണേ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഈ ലോകത്ത് ഇല്ലെന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. ഉണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചനായിരുന്നല്ലേ, അല്ലേ? കാരണം എൻ്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, ഒരുപാട് സമ്പാദിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ പോയി ഒരു മാളിൽ പോയിട്ട് കുറേ സുഖമഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വരും, അത് കിട്ടൂലല്ലോ. അങ്ങനെ വാങ്ങാൻ ഒക്കാത്ത. അതാണ് യഥാർത്ഥ സമ്പത്ത്. അതുകൊണ്ടാണ് അത് ഭിക്ഷ എടുക്കുന്നത്, ദൈവത്തിനോട് ഭിക്ഷ എടുക്കുകയാണ്. കാരണം മനുഷ്യരോട് ചോദിച്ചാൽ മനുഷ്യരുടെ കയ്യിലും ഇല്ലത്. അപ്പോൾ മനുഷ്യർ കൊടുക്കാൻ മനുഷ്യരുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അവർ കൊടുക്കാൻ ഒക്കുന്നില്ല. അപ്പോൾ എല്ലാ മനുഷ്യരുടെയും സ്ഥിതിഗതി എന്തുവാണെന്ന്. അപ്പോൾ ഈ സമ്പത്ത് ഞാൻ സമ്പത്താണ് സമ്പത്ത്. ഇതിനാണ് റിയൽ വെൽത്ത് എന്ന് പറയുന്നത്. യഥാർത്ഥമായിട്ടുള്ള സമ്പത്ത് ഇതാണ്. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്യും, ഒരുപാട് പൈസ സമ്പാദിക്കുകയും ഒരുപാട് മറ്റ് എല്ലാ ചുറ്റുപാടുകളും ഉണ്ടാക്കി, ഒരു കുഴപ്പമില്ല. ബട്ട് അത് നിങ്ങളെ വിഴുങ്ങാതിരിക്കാൻ നോക്കണം. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇതെല്ലാം വരുമ്പോഴത്തേക്ക് അത് നമ്മളെ വിഴുങ്ങാൻ, നേട്ടങ്ങളുടെ പിന്നാലെ പോയിട്ട് യഥാർത്ഥ സമ്പത്ത് മറന്നു പോകുന്നു. പിന്നെ അത് ആ ഭൗതിക ഐശ്വര്യം നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ അതിൻ്റെ അഹങ്കാരത്തിൽ വരുന്നു, അതിൻ്റെ അടിമകളാകുന്നു. പിന്നെ അരോഗൻസ് വരുന്നു, പിന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്യാൻ തുടങ്ങുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഫോക്കസിലാണ് ഈ പ്രശ്നം വരുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ നേട്ടങ്ങൾ ഉണ്ടായിക്കോളും, ഞാൻ എൻ്റെ ആന്തരിക സമ്പത്തിൽ ശ്രദ്ധിച്ചാൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ ജീവിതം എനിക്ക് ശ്രേഷ്ഠമാക്കിയിട്ട് മാറ്റാം. തീർച്ചയായിട്ടും ഇതൊരു വളരെ ഇന്നത്തെ പല ഉൾക്കാഴ്ചകളും നമുക്കിന്ന് ലഭിച്ചു. ജീവിതം യഥാർത്ഥത്തിൽ നേട്ടങ്ങളുടെ പിറകെ പോയി നഷ്ടപ്പെടുത്തേണ്ടതല്ല. നേട്ടങ്ങൾ തീർച്ചയായിട്ടും വേണം, പക്ഷേ സന്തോഷമായിട്ടിരിക്കാൻ പഠിച്ചാൽ ആ വ്യക്തിക്ക് നേട്ടങ്ങൾ ഉണ്ടായിക്കോളും. ഇത് തീർച്ചയായിട്ടും നമ്മുടെ മനോഭാവത്തിലുള്ള വലിയൊരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഇത്. നമ്മൾ ആന്തരികമായിട്ടുള്ള സുഖത്തിലും സന്തോഷത്തിലും രമിക്കുകയാണെങ്കിൽ തീർച്ചയായും എല്ലാ ഭൗതിക സുഖങ്ങളും നമ്മുടെ പിന്നാലെ നമ്മളിലേക്ക് എത്തിച്ചേരും. അതിനുവേണ്ടി ഒരു മനുഷ്യൻ അതിൻ്റെ അടിമയായി അതിൻ്റെ പിറകെ പോയി ജീവിക്കേണ്ട ആവശ്യമില്ല. വളരെ വലിയൊരു ഉൾക്കാഴ്ചയാണ്. തീർച്ചയായിട്ടും നമ്മൾ വിചാരസാഗര മഥനത്തിൽ ഇനിയും ഈ യാത്ര നമ്മൾ തുടരും. കൂടുതൽ ആഴമേറിയ ഉൾക്കാഴ്ചകളുമായി നമ്മളെ സഹായിക്കാൻ സുരേന്ദ്രൻ ഭായിജി നമ്മോടൊപ്പം ഉണ്ടാകും. അടുത്ത ഒരു വിഷയവുമായി കാണുന്നത് വരേക്കും